ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എജ്യൂമസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് 6 ഇംഗ്ലീഷിലെ യൂണിറ്റ് 3 ആണ്. എംബ്രേസിങ് ഡിഫറൻസസ് എന്ന ചാപ്റ്ററാണ്. അതിൽ നമുക്കൊരു ക്വാട്ട് കൊടുത്തിട്ടുണ്ട്. It is not our differences that divide us, it is our inability to recognize, accept and celebrate those differences. നമ്മുടെ വ്യത്യാസങ്ങളല്ല നമ്മളെ വിഭജിക്കുന്നത്. നമ്മുടെ ഈ വ്യത്യാസങ്ങളെ തിരിച്ചറിയാനും അത് അംഗീകരിക്കാനും അത് ആഘോഷിക്കാനുമുള്ള നമ്മുടെ കഴിവില്ലായ്മയാണ് നമ്മളെ വിഭജിക്കുന്നത്, നമ്മളെ വ്യത്യസ്തരാക്കുന്നത്, വേർതിരിക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. അടുത്ത പേജിൽ ഒരു ആക്ടിവിറ്റിയാണ്. ഇൻട്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ നമുക്ക് 4 പിക്ചർ കൊടുത്തിട്ടുണ്ട്, 4 ചിഹ്നങ്ങൾ. ഇത് എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നോക്കാം. പിക്ചർ 1 ബ്ലൈൻഡ് വിഷ്വലി ഇംപയർഡ്, അതായത് കണ്ണ് കാണാൻ സാധിക്കാത്ത ആൾക്കാർക്കാണ്. ഒരു വൈറ്റ് കളർ സ്റ്റിക്ക്, ഒരു കെയിനും അങ്ങനത്തെ ഒരു ഒരു മനുഷ്യൻ്റെ ഒരു പിക്ചറും കൊടുത്തിരിക്കുന്നത് ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാരെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ പിക്ചർ ഹിയറിംഗ് അസിസ്റ്റൻസ്, സർവീസസ് ഫോർ ഹിയറിംഗ് ഫോർ പേഴ്സൺ ഹൂ ഈസ് ഡെഫ്, ചെവി കേൾക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിക്ക് ഹിയറിംഗ് അസിസ്റ്റൻസ്, കേൾവിക്ക് വേണ്ടിയുള്ള അസിസ്റ്റൻസ് കൊടുക്കുന്നതിന് സഹായിക്കുന്നൊരു പിക്ചറാണത്. മൂന്നാമത്തെ പിക്ചർ സൈൻ ലാംഗ്വേജ് ആണ്. സൈൻ ലാംഗ്വേജ് ഫോർ ഇൻഡിവിജ്വൽസ് ഹു ആർ ഡംബ്. അപ്പോൾ സംസാരിക്കാൻ സാധിക്കാത്ത ആൾക്കാർക്ക് സൈൻ ലാംഗ്വേജ് വെച്ചിട്ടുള്ളൊരു അതിന് സഹായിക്കുന്ന ഒരു ചിഹ്നമാണ് മൂന്നാമത്തെ പിക്ചർ. നാലാമത്തെ പിക്ചർ ഫിസിക്കലി ഇമ്മൊബിലൈസ്ഡ്, മൊബിലിറ്റി ഇംപയർഡ്, അംഗവൈകല്യമുള്ള ആളുകളെ സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു പിക്ചർ. വൈ ഡു യു തിങ്ക് ദീസ് സൈൻസ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ പബ്ലിക് പ്ലേസസ്? ഈ ചിഹ്നങ്ങളെല്ലാം പബ്ലിക് പ്ലേസസിൽ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അതെല്ലാം ആവശ്യമാണെന്ന് നമുക്ക് എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത്? എല്ലാവർക്കും ഒരുപോലെ എല്ലാ കാര്യങ്ങളും ആക്സസ് ആകണം. ഇങ്ങനെ ഒരു ഡിഫറൻസ് ഉള്ള ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാൾക്ക് പോലും, ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് പോലും അവിടെ എല്ലാ സ്ഥലത്തും പബ്ലിക് പ്ലേസസിൽ എല്ലാ കാര്യങ്ങളും ഒരു നോർമൽ പേഴ്സൺ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ആക്സസബിൾ ആയിരിക്കണം എന്നുള്ള രീതിക്കാണ് ഈ ഒരു ചിഹ്നങ്ങളെല്ലാം പബ്ലിക് പ്ലേസസുകളിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻക്ലൂസിവിറ്റി ആൻഡ് ആക്സസിബിലിറ്റി എൻഷുവേഴ്സ് ഈക്വൽ ആക്സസ് ഫോർ ഓൾ ദ സിറ്റിസൺസ്. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. എല്ലാ സിറ്റിസൺസിനും ഒരേപോലെ എല്ലാ കാര്യങ്ങളും ആക്സസബിൾ ആകാൻ വേണ്ടിയിട്ട്. ഇനി ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഹൗ ഡു വിഷ്വലി ചലഞ്ച്ഡ് പീപ്പിൾ ലേൺ അബൌട്ട് ദ വേൾഡ് അറൗണ്ട് ദം? ലെറ്റ് us read the inspiring story of Louis Braille who changed the world of visually challenged people. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് നമ്മൾ വായിക്കാൻ പോകുന്നത് ലൂയിസിൻ്റെ കഥയാണ്. ബ്രെയിലി ലിപി കണ്ടുപിടിച്ച ലൂയിസ് ബ്രെയിലി എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയുടെ ചെറുപ്പകാലത്തുള്ള ഒരു കഥയാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. 6 dots എന്നാണ് ലെസൻ്റെ പേര്. 6 കുത്തുകൾ, 6 ബിന്ദുക്കൾ എന്നുള്ള അതാണ് ഈ മീനിങ്. മൈ ലൈഫ് ചേഞ്ച്ഡ് ദാറ്റ് ഡേ. എൻ്റെ ജീവിതം ആ ദിവസമാണ് എല്ലാം മാറിമറിഞ്ഞത്. എൻ്റെ ജീവിതം മാറിമറിഞ്ഞത് ആ ദിവസമാണ്. ഐ ഹാഡ് ബീൻ പ്ലേയിങ് വിത്ത് പപ്പാസ് ഓൾ. ഇറ്റ് പ്രൂവ്ഡ് ടു ഷാർപ്പ് ഫോർ മൈ ഐസ്. അപ്പോൾ ഞാൻ അന്ന് എൻ്റെ അച്ഛൻ്റെ പപ്പയുടെ ഓൾ എന്ന് പറഞ്ഞാൽ എ സ്മോൾ പോയിൻറ്റഡ് ടൂളാണ്. ഈ ലെതറുകളൊക്കെ മുറിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തോൾ ഉളിയാണ്. തോലുകളൊക്കെ മുറിക്കുന്ന ഒരു ഉളിയാണ് ഓൾ എന്ന് പറഞ്ഞാൽ. ഈ ഓളാണ് ആ കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഉളി വെച്ചിട്ട്, ഈ തോല് മുറിക്കുന്ന ആ ഉളി വെച്ചിട്ട്. ഇറ്റ് പ്രൂവ് ടു ഷാർപ്പ് ഫോർ മൈ ഐസ്. അത് എൻ്റെ കണ്ണുകൾക്ക് വളരെ ഷാർപ്പായിരുന്നു, വളരെ മൂർച്ചയേറിയതായിരുന്നു. യു ആർ ടു കെയർലെസ് ലൂയിസ്, പപ്പ ക്രൈഡ് ഇൻ ഡിസ്ട്രെസ്. അപ്പോൾ അച്ഛൻ ദുഃഖത്തോടെ കരഞ്ഞു. എന്താ കരഞ്ഞത്? യു ആർ ടു കെയർലെസ് ലൂയിസ്, നീ വളരെ അശ്രദ്ധനാണ് ലൂയിസ് എന്ന് പറഞ്ഞിട്ടാണ് പപ്പ വിലപിച്ചത്, അതായത് ഒരു ഡിസ്ട്രെസ്, ദുഃഖത്തോടെ പറഞ്ഞത്. വാട്ട് കോസ്റ്റ് ലൂയിസ് ടു ലൂസ് ഹിസ് സൈറ്റ്? അപ്പോൾ എന്താണ് ലൂയിസിൻ്റെ കണ്ണ് നഷ്ടപ്പെടാൻ അല്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെടാൻ കാരണം എന്താണ്? ദ ഷാർപ്പ് ഔൾ ഇൻ പപ്പാസ് ഷോപ്പ് വിച്ച് ലൂയിസ് പ്ലേഡ് വാസ് ദ കോസ് ഫോർ ദ ലോസ് ഓഫ് ഹിസ് ഐസൈറ്റ്. അപ്പോൾ അവൻ അച്ഛൻ്റെ ഷോപ്പിൽ നിന്ന് കളിച്ച ആ ഒരു ഓള് ആണ് അവൻ്റെ കാഴ്ച നഷ്ടപ്പെടാൻ കാരണം. അവൻ ആ ഒരു ഉപകരണം, ആ ഒരു ടൂള്, അച്ഛൻ്റെ പണിസ്ഥലത്ത് അച്ഛൻ ഉപയോഗിക്കുന്ന ആ ഒരു ഉപകരണം എടുത്തവൻ കളിച്ചു. ആ ഒരു ഉളി എടുത്തിട്ട് കളിച്ചു. അപ്പോൾ അതാണ്
അവൻ്റെ കാഴ്ച നഷ്ടപ്പെടാൻ കാരണമായിട്ടുണ്ടായിരുന്നു. മൈ വേർഡ് ഗാലറിയാണ് അടുത്തത്. അതിനകത്ത് നമുക്ക് ഫസ്റ്റ് ടൈം കാണുന്ന വേർഡ്സ്, ന്യൂ വേർഡ്സൊക്കെ നമുക്ക് ഇതിനകത്ത് എഴുതാം. കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള വേർഡ്സൊക്കെ ഇതിനകത്ത് നമുക്ക് എഴുതാവുന്നതാണ്. ഓൾ, ഡിസ്ട്രെസ്, ഇച്ച്, ഹീലർ, ഇൻഫെക്ഷനൊക്കെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. എ ഹീലർ ബാൻഡേജ് മൈ ഐ. എ ഹീലർ എ പേഴ്സൺ ഹൂ ട്രീറ്റ്സ് സിക്ക് പേഴ്സൺ. അപ്പോൾ ഒരു ഹീലർ, അതായത് അന്നത്തെ കാലത്ത് ഈ വൈദ്യൻ, നമുക്ക് നാട്ടുമൃഗങ്ങളിലും ഒക്കെ ഉണ്ടാകുന്ന ഒരു വൈദ്യൻ, വലിയ വലിയ ഹോസ്പിറ്റലുകളൊന്നും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നൊരു വൈദ്യൻ, ഒരു അസുഖം വന്ന ആൾക്കാരെ ചികിത്സിക്കുന്ന ഒരാൾ. വൈദ്യൻ എന്ത് ചെയ്തു? മരുന്ന് കച്ചവടക്കാരനോ വൈദ്യൻ അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഈ ഹീലർ എന്നുള്ള മീനിങ് എ പേഴ്സൺ ഹൂ ട്രീറ്റ്സ് സിക്ക് പേഴ്സൺ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ബാൻഡേജ് ചെയ്ത് കൊടുത്തു കണ്ണിന്. ബട്ട് ദ ബാൻഡേജ് ഇച്ച്ഡ് സോ മച്ച്. പക്ഷേ ആ ബാൻഡേജ് എന്ത് ചെയ്തു? ഇച്ച് ചെയ്തു. ഇച്ച് എന്ന് പറഞ്ഞാൽ നോർമൽ ഇതിൽ നമുക്ക് ചൊറിച്ചിലുണ്ടാക്കുക എന്നുള്ള ഒരു അർത്ഥമാണ്. ഫെൽറ്റ് അൺകംഫർട്ടബിൾ ആൻഡ് നീഡഡ് സ്ക്രാച്ചിങ്. നമുക്കതൊരു അസുഖകരമായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കും. അവിടെ നമ്മൾ ചൊറിയണം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കും. സ്ക്രാച്ചിങ് എന്ന് പറഞ്ഞാൽ മാന്തുക, അല്ലെ ചൊറിയുക. so much. My hands, like the sparrow in the trees, were small and quick. അപ്പോൾ അവൻ്റെ കൈകൾ എന്ത് ചെയ്തു? അവൻ്റെ കൈകൾ ഈ കുരുവികളെ പോലെ ഇങ്ങനെ മാന്തിക്കൊണ്ടിരിക്കുന്ന, മരത്തിൻ്റെ മേലെ ഇരുന്ന് ഇങ്ങനെ ചിക്കിക്കൊണ്ടിരിക്കുന്ന കുരുവികളെ പോലെ അത് മാന്തിക്കൊണ്ടിരുന്നു. സ്മോളായിരുന്നു, ചെറിയ കൈകൾ. വേഗം അതിങ്ങനെ തുടക്കുകയും മാന്തുകയും ഒക്കെ ചെയ്തു. കുഞ്ഞല്ലേ, അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും. ഒരു ചൊറിച്ചിലുണ്ടാകുമ്പോൾ അവരതൊന്നും നോക്കില്ല, മാന്തും. ഐ കുഡൻ കീപ് ദം എവേ. അവൻ്റെ കൈകളെ മാറ്റി വെക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് ഭയങ്കര ഒരു ചൊറിച്ചിലും. നമുക്കും അങ്ങനെ തന്നെയല്ലേ, കണ്ണിൽ നമ്മൾ എന്തെങ്കിലും പൊടി പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കൈയിട്ടത് റബ്ബ് ചെയ്തുകൊണ്ടേ ഇരിക്കും അല്ലേ. വെള്ളം ഇട്ട് അടിക്കണ കാര്യം അതൊക്കെ മറന്നു പോകും. നമ്മളത് എങ്ങനെയെങ്കിലും കളയാൻ വേണ്ടി, നമ്മളതൊന്ന് മാറാൻ വേണ്ടി ഇങ്ങനെ കൈകൊണ്ട് തടവുകയോ ഒരക്കുകയൊക്കെ ചെയ്യും. ഐ ഡിഡൻറ്റ് മീൻ ടു മേക്ക് തിങ്സ് വേഴ്സ്. അപ്പോൾ ഇവന് അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ വഷളാക്കണം എന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ചൊറിച്ചിൽ മാറണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഐ ഡിഡ്. പക്ഷെ അവൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടി അതൊരു മോശമായ അവസ്ഥയിലേക്ക് മാറി. ദ ഇൻഫെക്ഷൻ സ്പ്രെഡ് ടു മൈ ഐസ്, മൈ അതർ ഐ. അപ്പോൾ ആ ഒരു കണ്ണിലുള്ള ഇൻഫെക്ഷൻ മറ്റേ കണ്ണിലേക്കും കൂടി സ്പ്രെഡ് ചെയ്തു, പകർന്നു. അൻറ്റിൽ ഐ കുഡ് സീ നത്തിങ് അറ്റ് ഓൾ. അവസാനം എന്തു പറ്റി? ഒന്നും കാണാൻ പറ്റാതെയായി. ഒരു വസ്തു പോലും കാണാൻ പറ്റാത്ത രീതിയിലേക്ക് ആകുന്നത് വരെ ആ കണ്ണിലേക്ക്, രണ്ട് കണ്ണിലും പകർന്നു. നോ ട്രീസ്, no sparrows, no faces, no loaves of bread. By the time I turned 5, I was completely blind. No trees, മരങ്ങളില്ല, കുരുവികളില്ല, ആരുടെയും മുഖം കാണാൻ പറ്റില്ല, ഒരു കഷ്ണം ബ്രെഡ് പോലും കാണാൻ പറ്റില്ല. അവൻ 5 വയസ്സായപ്പോഴത്തേക്കും മുഴുവനായിട്ട് അവൻ അന്ധനായി മാറി. My world was dark and dangerous. I stumbled about the house, banged into the chairs, the walls, the doors. My body ached. Where is the sun? I cried. അപ്പോൾ അവൻ്റെ ലോകം തന്നെ ഇരുട്ടിലേക്കും അപകടത്തിലേക്കുമായി മാറി. അപകടം നിറഞ്ഞതും ഇരുട്ട് നിറഞ്ഞതുമായി മാറി. I stumbled about the house. അവൻ സ്റ്റംബിൾ എന്ന് പറഞ്ഞാൽ മൂവ് സ്റ്റെഡ്ലി, ഓഫൻ ഓൾമോസ്റ്റ് ഫാളിങ്. അൺസ്റ്റെഡ്ലി ആയിട്ട് നടക്കാൻ പറ്റാത്ത, നമുക്ക് തട്ടിത്തടഞ്ഞ് വീഴില്ലേ, അതാണ് സ്റ്റംബിൾ എന്ന് പറഞ്ഞാൽ. തട്ടിത്തടഞ്ഞ് വീഴാൻ തുടങ്ങി. എപ്പോഴും ചെയറുകളിലോ കസേരകളിലോ ചുവരിൽ പോയി ഇടിക്കുക, വാതിലിൽ പോയി ഇടിക്കുക, അതൊക്കെ അങ്ങനെയൊക്കെ ഇവൻ വീഴാനൊക്കെ തുടങ്ങി. ബാങ് മീൻസ് ബാങ് ഇൻ ടു ചെയർ. ബാങ് മീൻസ് ഹിറ്റിംഗ് സംതിങ് ഇൻ ദ വേ ദാറ്റ് മേക്സ് എ ലൗഡ് നോയ്സ്. ഇപ്പം നടക്കുന്ന വഴിയിൽ ഇവനറിയില്ല ചെയർ എവിടെ ഇരിക്കുന്നത്, എവിടെയാണ് ചുവരെവിടെയാണുള്ളത്, എവിടെയാണ് വാതിലുള്ളത് എന്നൊക്കെ ഒന്നും ഇവനറിയില്ല. അപ്പോൾ അവൻ പോകുന്ന വഴിയിൽ അതൊക്കെ തട്ടിത്തെറിപ്പിച്ചിട്ട് എല്ലാത്തിലും പോയി ഇടിച്ചിട്ടാണ് പോകുന്നത്. അവൻ്റെ ശരീരം മുഴുവൻ വേദനിക്കാൻ തുടങ്ങി. അവൻ ചില സമയത്ത് കരയും. ഐ ക്രൈഡ്, വേർ ഇസ് ദ സൺ? എവിടെ സൂര്യൻ, എവിടെയെന്ന് പറഞ്ഞ് അവൻ കരയാൻ തുടങ്ങി. ബട്ട് ദ സൺ ഡിഡ് നോട്ട് കം. പക്ഷേ സൂര്യൻ വന്നില്ല. ഐ സാറ്റ് ബൈ ദ വിൻഡോ. അവൻ ജനലിൻ്റെ അടുത്തിരുന്നു. ട്രെയിനിങ് മൈ ഇയേഴ്സ് ടു ഡു വാട്ട് മൈ ഐസ് കുഡ് നോട്ട്. അപ്പോൾ അവൻ ജനലിൻ്റെ അടുത്തിരുന്ന് അവൻ്റെ കണ്ണുകൾക്ക് ചെയ്യാൻ സാധിക്കാത്തത് ചെവികൾ കൊണ്ട് ചെയ്യാൻ ശ്രമിച്ചു. അവൻ ഓരോ ശബ്ദങ്ങളും ശ്രദ്ധിക്കാൻ തുടങ്ങി. ക്ലാങ്, ബാങ്, കിഷ് കിഷ്. ദാറ്റ് വാസ് പപ്പ ഇൻ ഹിസ് ഷോപ്പ്. അപ്പോൾ ക്ലാങ് കിഷ് കിഷ് എന്ന് പറഞ്ഞ ഒരു സൗണ്ടാണ് ക്ലാങ്, ലൗഡ് റിങ്ങിങ് സൗണ്ട്. നമ്മളൊരു സാധനം അടിക്കുകയും പരത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ടുകളാണ്. അച്ഛൻ്റെ കടയിലിരുന്ന് ചെയ്യുന്ന
പണിയാണ്. അപ്പോൾ പണിയെടുക്കുന്നതിൻ്റെ ആ സൗണ്ടുകളാണ് അതെല്ലാം. സ്വിഷ് സ്വിഷ് ഷൂഷ് ഷൂഷ് ലോങ് സ്കേർട്ടഡ് ലേഡീസ് ഹറിയിങ് ടു മാർക്കറ്റ്. അപ്പോൾ ഈ സ്വിഷ് സ്വിഷ് ഷൂഷ് ഷൂഷ് എന്ന് പറഞ്ഞാൽ വേഗം നടക്കുമ്പോൾ നമ്മുടെ പാവാടകളും നമ്മുടെ വസ്ത്രങ്ങളൊക്കെ ഒരയുമല്ലോ, ആ അനങ്ങുകയും ഒരയുകയൊക്കെ ചെയ്യും, ആ സൗണ്ടുകളാണ്. അപ്പോൾ അത് സ്ത്രീകൾ മാർക്കറ്റിലേക്ക് തിരക്ക് പിടിച്ച് പോകുന്ന സൗണ്ട്. ക്ലാംപ് ക്ലാംപ് സ്റ്റോംപ്. ക്ലാംപ് ദ സൗണ്ട് ഓഫ് ഹെവി ഫുഡ് സ്റ്റെപ്സ്. വലിയ വലിയ നടക്കുമ്പോൾ നമുക്ക് ഈ മാർച്ച് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഉണ്ടാകുന്നൊരു സൗണ്ട് ഉണ്ടല്ലോ, കാൽപാദം വന്ന് തറയിലടിക്കുന്ന ആ ഒരു സൗണ്ട്, അതാണ് ക്ലാംപ് ക്ലാംപ് സ്റ്റോംപ് സ്റ്റോംപ് എന്ന് പറഞ്ഞിട്ട്. സ്റ്റോംപ് ടു വാക്ക് ഓർ ഡാൻസ്, മൂവ് വിത്ത് ഹെവി സ്റ്റെപ്സ്. ഉറച്ച കാലടികളോടെ മുന്നോട്ട് നടക്കുക. അപ്പോൾ സോൾജേഴ്സ് മാർച്ചിങ് ഡൗൺ ദ സ്ട്രീറ്റ്. അപ്പോൾ അവന് ആ ശബ്ദവും മനസ്സിലാകാൻ തുടങ്ങി. സോൾജേഴ്സ്, പട്ടാളക്കാർ സ്ട്രീറ്റിൽ കൂടെ നടക്കുന്ന സൗണ്ട്. ഗർ റഫ് റഫ് ഗർ. ദ നെയ്ബേഴ്സ് ആംഗ്രി ഡോഗ് ചെയിൻഡ് ടു ടൈറ്റ്. അപ്പോൾ അവൻ്റെ നെയ്ബർ, അയൽവാസിയുടെ ഡോഗ്, നായ്ക്കുട്ടീനെ അല്ലെങ്കിൽ നായേനെ കൂടുതൽ ടൈറ്റായിട്ട് ചെയിനിലിട്ട് കഴിയുമ്പോൾ, ചങ്ങലക്കിട്ട് കഴിയുമ്പോഴത്തേക്കും ആ പട്ടി കുരയ്ക്കുന്നത്, ആ നായ കുരയ്ക്കുന്ന ശബ്ദം അവൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി. മൈ ഫാമിലി ഡിഡ് വാട്ട് ദേ കുഡ്, പപ്പ മെയ്ഡ് എ വുഡൻ കീ. അപ്പോൾ എൻ്റെ ഫാമിലി, കുടുംബത്തിലുള്ള ആൾക്കാർ, അവൻ്റെ അച്ഛനും ബ്രദറും സിസ്റ്ററും ഒക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. അച്ഛൻ അവനൊരു കെയിൻ ഉണ്ടാക്കി കൊടുത്തു. ഇനി ഇവിടെ ഒരു ചോദ്യമുണ്ട്. വാട്ട് സൗണ്ട് ഡിഡ് ലൂയിസ് ഹിയർ വെൻ ഹീ സാറ്റ് ബൈ ദ വിൻഡോ. അപ്പോൾ വിൻഡോയുടെ അടുത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ജനലിൻ്റെ അടുത്തിരിക്കുമ്പോൾ അവൻ എന്തൊക്കെ സൗണ്ടാണ് കേട്ടത്. അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, ബ്രാക്കറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഈ സൗണ്ടുകളാണ് അവൻ കേട്ടത്. ഈച്ച് ഡേ ഐ വാക്ക്ഡ് എ ലിറ്റിൽ, ടാപ്പ് 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 കൗണ്ടിങ് ദ സ്റ്റെപ്സ് ബിറ്റ്വീൻ ദ ഹൗസ് ആൻഡ് ദ ഗാർഡൻ. അപ്പോൾ എല്ലാ ദിവസവും അവൻ കുറച്ച് നടക്കാൻ തുടങ്ങി. ടാപ്പ് 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 എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനത്തിൽ ഇങ്ങനെ മുട്ടി നമ്മൾ നടക്കില്ലേ, കണ്ണ് കാണാത്ത ആൾക്കാർ മുമ്പിൽ ഒരു സ്റ്റിക്കും കൊണ്ട് തട്ടി നോക്കും ഇവിടെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്ന്. അങ്ങനെ ആ തട്ടി നോക്കുന്ന ടാപ്പ് ടാപ്പ് സൗണ്ടാണ് ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ തട്ടി നോക്കി അവൻ മുന്നിലേക്ക് നടക്കാൻ തുടങ്ങി. കൗണ്ടിങ് ദ സ്റ്റെപ്സ്, കാലടികൾ എണ്ണിയാണ് നടക്കുന്നത്. ബിറ്റ്വീൻ ദ ഹൗസ് ആൻഡ് ദ ഗാർഡൻ, വീടും പൂന്തോട്ടവും തമ്മിൽ ഉള്ള ഡിസ്റ്റൻസിന് എത്ര സ്റ്റെപ്പ് ഉണ്ട്, എത്ര കാലടികളുണ്ടെന്ന് അവൻ കൗണ്ട് ചെയ്യും. വൈൻയാർഡ് ആൻഡ് ദ ചിക്കൻ കൂപ്പ്, കോഴിക്കൂടും വൈൻയാർഡും അവരുടെ തോട്ടവും തമ്മിലുള്ള ഡിസ്റ്റൻസ്, എത്ര കാലടികളുണ്ട്, എത്ര സ്റ്റെപ്പ് നടക്കണം. ദ ബേക്കേഴ്സ് ആൻഡ് ദ മില്ലേഴ്സ്. ബേക്കറിയിൽ ഉള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ബേക്കർ. മില്ലർ എന്ന് പറഞ്ഞാൽ മില്ല് പൊടിപ്പിക്കുന്ന ആൾ. വൺ ഹു ഓൺസ് ഓർ ഓപ്പറേറ്റ്സ് മിൽ. മില്ലിൻ്റെ അവിടെ വരെ. ആൻഡ് ദ ബാക്ക് ടു പപ്പാസ് ഷോപ്പ്, അവിടെ വരെ പോകും, തിരിച്ച് പപ്പയുടെ ഷോപ്പിലേക്കും വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവൻ ചെയ്യാൻ തുടങ്ങി. കൂപ്പ് എന്ന് പറഞ്ഞാൽ കേജാണ്. എ സ്മോൾ കേജ് ബിൽഡ് ഇൻ വിച്ച് ചിക്കൻ ഓർ അതർ അനിമൽസ് ആർ കെപ്റ്റ്. കോഴിക്കൂടോ അല്ലെങ്കിൽ ചെറിയ മൃഗങ്ങളെ വെക്കുന്ന ഒരു കൂട്. My brother taught me to whistle. When the sound echoed back, it warned me of things in my path. അപ്പോൾ അവൻ്റെ അനിയൻ എന്ത് ചെയ്തു, അനിയൻ വിസിൽ ചെയ്യാൻ പഠിപ്പിച്ചു. ആ വിസിൽ തിരിച്ച് എക്കോ ചെയ്ത് പോയി ഒരു സാധനത്തിൽ തട്ടി തിരിച്ചു വരുമ്പോഴാണല്ലോ എക്കോ. ആ എക്കോ വന്നു കഴിയുമ്പോൾ അവൻ മനസ്സിലാകും അവൻ്റെ വഴിയിൽ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ എന്നുള്ള ഒരു വാർണിംഗ് കൊടുക്കാൻ വേണ്ടി ഈ വിസിലിംഗ് സൗണ്ട് ഹെൽപ്പ് ചെയ്യുമായിരുന്നു. മൈ സിസ്റ്റർ മെയ്ഡ് എ സ്ട്രോ ആൽഫബറ്റ് ടു ഫീൽ ആൻഡ് റീഡ്. അവൻ്റെ അനിയത്തി എന്ത് ചെയ്തു, അനിയത്തി അല്ലെങ്കിൽ അവൻ്റെ സഹോദരി അവന് സ്ട്രോ കൊണ്ട്, ഈ വൈക്കോല് കൊണ്ട് അക്ഷരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അവനത് തൊട്ട് നോക്കി തടവി നോക്കി അത് വായിക്കാൻ വേണ്ടിയിട്ട്. ഹൗ ഡിഡ് ലൂയിസ് ബ്രദർ സിസ്റ്റർ ആൻഡ് പപ്പ ഹെൽപ്പ് ഹിം. അപ്പോൾ ബ്രദറും സിസ്റ്ററും പപ്പയും അവനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത് എന്നുള്ളത് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് യെല്ലോ കൊണ്ടിട്ട്. പപ്പ മെയ്ഡ് ലെറ്റേഴ്സ് ഓഫ് ആൽഫബറ്റ് ഫോർ മീ വിത്ത് ലെതർ സ്ട്രിപ്പ് ഓർ ബൈ പൗണ്ടിങ് റൗണ്ട് ടോപ്ഡ് നെയിൽസ് ഇൻ ടു ബോർഡ്സ്. അപ്പോൾ പപ്പ എന്ത് ചെയ്തു, പപ്പ അവന് ലെതറിൻ്റെ ചെറിയ കഷ്ണങ്ങൾ കൊണ്ട് ആൽഫബറ്റ് ഉണ്ടാക്കി കൊടുത്തു, അക്ഷരമാല ഉണ്ടാക്കി കൊടുത്തു. ഓർ ബൈ പൗണ്ടിങ് റൗണ്ട് ടോപ്പിൾ നെയിൽസ് ഇൻ ടു ദി ബോർഡ്. വലിയൊരു പലകയിൽ ആണി അടിച്ചു കൊടുക്കും. ഓരോ ആൽഫബറ്റിൻ്റെ ഷേപ്പിൽ, ഓരോ അക്ഷരത്തിൻ്റെ ഷേപ്പിൽ ആണി അടിച്ച് കൊടുക്കും. പൗണ്ടിങ് മീൻസ് ആണി അടിക്കുക എന്നാണ്, സ്ട്രോങ് ആയിട്ട് അടിക്കുക എന്നുള്ളൊരർത്ഥമാണ് പൗണ്ടിങ്ങിന്.
വിത്ത് മാമൻ ഐ പ്ലേ ഡോമിനോസ് കൗണ്ടിങ് ദ ഡോട്ട്സ് വിത്ത് മൈ ഫിംഗർ ടിപ്സ്. അപ്പോൾ അമ്മയുടെ കൂടെ, മാമൻ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ച് വേർഡ് ഫോർ മദറാണ്. അമ്മേനെ ഫ്രഞ്ചിൽ വിളിക്കുന്നത് മാമൻ എന്നാണ്. അമ്മയുടെ കൂടെ ഡൊമിനോസ് കളിക്കും. ഡൊമിനോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പിലുള്ള വുഡൻ പ്ലാങ്ക് ആയിരിക്കും. വുഡിലുള്ള ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള മരക്കഷ്ണങ്ങൾ. ഈ മരക്കഷ്ണങ്ങളിൽ 1 മുതൽ 6 വരെയുള്ള ഡോട്ട്സുകൾ ഉണ്ടാകും. ഈ ഒരു മരക്കഷ്ണം 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഡോട്ട്സ് ഉണ്ടാകും. ചെറിയ ചെറിയ റൗണ്ടുകൾ കാർവ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫിംഗർ കൊണ്ട് ഫീൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എത്ര ഡോട്ട്സ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഒരേ ഡോട്ടുകളുള്ള വുഡൻ പ്ലാങ്കിനെ പെയർ ചെയ്താണ് ഈ ഗെയിം കളിക്കുന്നത്. അപ്പോൾ ഇവൻ അത് കളിക്കുമ്പോൾ അവന് ആ കൈകൾ കൊണ്ട് ആ ഡോട്ട്സിനെ തൊട്ട് നോക്കി സ്പർശിച്ചിട്ട് അങ്ങനെ അവന് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഡോട്ട്സ് എത്ര എണ്ണം ഉണ്ടെന്നുള്ളത്. അങ്ങനെ അവൻ അത് കളിക്കുമായിരുന്നു. The village priest taught me to recognize trees by their touch, flowers by their scent and birds by their song. അപ്പോൾ അവിടുത്തെ ഗ്രാമത്തിലുള്ള പുരോഹിതൻ അവനെ എന്തൊക്കെ പഠിപ്പിച്ചു? ലൂയിസിനെ മരങ്ങൾ, വൃക്ഷങ്ങളെ തൊട്ട് സ്പർശനത്തിലൂടെ ഏതൊക്കെ മരങ്ങളാണെന്ന് തിരിച്ചറിയാൻ പഠിപ്പിച്ചു. പൂക്കളുടെ വാസന, എന്തെല്ലാം സ്മെല്ലുകളാണ് പൂക്കൾക്കുള്ളത്. മണം, വ്യത്യസ്തമായ പൂക്കൾക്ക് വ്യത്യസ്ത മണങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു വാസനയുടെ വ്യത്യാസം കൊണ്ട് ഓരോ പൂക്കളെ തിരിച്ചറിയാൻ പഠിപ്പിച്ചു. പക്ഷികളുടെ പാട്ടുകൾ, പക്ഷികൾ പുറപ്പെടുവിപ്പിക്കുന്ന ശബ്ദം, വ്യത്യസ്തമായ ശബ്ദം തിരിച്ചറിഞ്ഞ് ഓരോ പക്ഷിയെയും തിരിച്ചറിയാനായിട്ട് പഠിപ്പിച്ചു. അങ്ങനെ പ്രീസ്റ്റ് അവനെ സഹായിച്ചു. ഡു യു ഹാവ് ബുക്സ് ഫോർ ബ്ലൈൻഡ് ചിൽഡ്രൻ? ഐ ആസ്ക്ഡ് ഹിം. നിങ്ങളുടെ കയ്യിൽ അന്ധരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങളുണ്ടോ എന്ന് അവൻ ചോദിച്ചു. നോ ലൂയിസ്, ദ പ്രീസ്റ്റ് റിപ്ലൈഡ്. ഐ ആം സോറി. എന്നോട് ക്ഷമിക്കണം, ഞങ്ങളുടെ കയ്യിൽ ഇല്ല എന്നാണ് പ്രീസ്റ്റ് അവന് മറുപടി പറഞ്ഞത്. ഹൗ ഡിഡ് ലൂയിസ് ലേൺ ടു എക്സ്പീരിയൻസ് ദ വേൾഡ് അറൗണ്ട് ഹിം വിത്തൗട്ട് സൈറ്റ്? അപ്പോൾ ലൂയിസ് എങ്ങനെയാണ് പുറത്തുള്ള ലോകത്തെ എങ്ങനെയാണ് ആസ്വദിക്കാൻ, എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കാൻ കാഴ്ചയില്ലാതെ തന്നെ എങ്ങനെയാണ് തിരിച്ചറിയാൻ പഠിച്ചത്? അപ്പോൾ അതിനുള്ളതാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. റെക്കഗ്നൈസ് ട്രീസ് ബൈ ദെയർ ടച്ച്, ഫ്ലവേഴ്സ് ബൈ ദെയർ സെൻറ്റ് ആൻഡ് ബേർഡ്സ് ബൈ ദെയർ സോങ് എന്നുള്ളത്. വെൻ ഐ വാസ് ഓൾഡർ ഐ വെൻറ്റ് ടു സ്കൂൾ വിത്ത് ദ അതർ വില്ലേജ് ചിൽഡ്രൻ. അപ്പോൾ അവൻ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ മറ്റുള്ള കുട്ടികളുടെ കൂടെ സ്കൂളിൽ പോകാൻ തുടങ്ങി. All day they wrote down words and numbers or read loud from printed pages. I sat in the front row listening and memorizing. അപ്പോൾ എല്ലാ ദിവസവും മറ്റുള്ള കുട്ടികൾ എന്ത് ചെയ്യും? അക്ഷരങ്ങളും വാക്കുകളും നമ്പറുകളും ഒക്കെ എഴുതുകയും അതൊക്കെ ഒച്ചത്തിൽ വായിക്കുകയൊക്കെ ചെയ്യും. ഈ ലൂയിസ് മുൻബെഞ്ചിലാണ് ഇരിക്കുന്നത്, ഫ്രണ്ട് റോയിലാണ് ഇരിക്കുന്നത്. മുൻബെഞ്ചിൽ ഇരുന്നിട്ട് ഇതെല്ലാം കേൾക്കും, ഇതെല്ലാം ശ്രദ്ധിച്ച് അതൊക്കെ ഓർമ്മയിൽ സൂക്ഷിക്കും. അവൻ അതൊക്കെ മെമ്മറൈസ് ചെയ്യും. ഓർമ്മയിൽ സൂക്ഷിച്ചത് ഓർത്തെടുത്ത് ഇങ്ങനെ റിസൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഡു യു ഹാവ് ബുക്സ് ഫോർ ബ്ലൈൻഡ് ചിൽഡ്രൻ? ഐ ആസ് മൈ ടീച്ചർ. അപ്പോൾ അവൻ്റെ അധ്യാപകനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ അന്ധരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള പുസ്തകങ്ങളുണ്ടോയെന്ന്. നോ ലൂയിസ്, ദ ടീച്ചർ റിപ്ലൈഡ്. ഇല്ല ലൂയിസേ, ഞങ്ങളുടെ കയ്യിലില്ല എന്ന് ആ ടീച്ചറും പറയും. ഐ ആം സോറി, എന്നോട് ക്ഷമിക്കണം. ബട്ട് ഐ ഡിഡ്ന്റ് വാണ്ട് പീപ്പിൾ ടു ഫീൽ സോറി ഫോർ മീ. പക്ഷേ എനിക്ക് മറ്റുള്ളവർ എന്നെ ഓർത്ത് സഹതപിക്കുന്നത് എനിക്കിഷ്ടമല്ല. എനിക്ക് അതല്ല വേണ്ടത്. എനിക്ക് മറ്റുള്ള ആൾക്കാർ എന്നെ കണ്ട് സഹതപിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഐ ജസ്റ്റ് വാണ്ടഡ് ടു റീഡ് ആൻഡ് റൈറ്റ് ഓൺ മൈ ഓൺ. എനിക്ക് എന്താണ് വേണ്ടത്? ലൂയിസിന് എന്താണ് വേണ്ടത്? അവന് സ്വന്തമായിട്ട് എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യണം, മറ്റുള്ള കുട്ടികളെപ്പോലെ. ലൈക്ക് എവ്രി വൺ എൽസ്. മറ്റുള്ള കുട്ടികളെപ്പോലെ സ്വന്തമായിട്ട് എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്യണം എന്നാണ് അവൻ്റെ ആഗ്രഹം. മറ്റുള്ളവർ ഇവന് കണ്ണ് കാണാൻ സാധിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു സങ്കടപ്പെടുന്നതോ അല്ലെങ്കിൽ അവനോട് പാവം തോന്നുന്നതൊന്നും അവന് ഇഷ്ടമല്ല. ദാറ്റ് വാസ് വെൻ എ നെയ്ബർ ഓഫ് മൈൻ, എ മാർക്വസ് with influence, got me admitted to the Royal School for the Blind in Paris. അപ്പോഴാണ് അവരുടെ നെയ്ബർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, അയൽവാസി. മാർക്വിസ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രാൻസിലുള്ള ഒരു നോബിൾ മാൻ, ഒരു പണക്കാരനായ ഒരു മാൻസിലുള്ള ഒരു കുലീന ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു യുവാവിൻ്റെ ഭാര്യനെയാണ്, ഭർത്താവ് മരിച്ച വിഡോ, എ വൈഫ് ഓർ വിഡോ, ഭാര്യ അല്ലെങ്കിൽ വിധവയാണ് മാർക്വിസ് എന്ന് പറയുന്നത്. ഗോട്ട് മീ അഡ്മിറ്റഡ് ടു ദ റോയൽ സ്കൂൾ ഫോർ ദ
ബ്ലൈൻഡ് ഇൻ പാരീസ്. പാരീസിലുള്ള റോയൽ സ്കൂൾ, അന്ധരായ കുട്ടികൾക്ക് വേണ്ടിയുള്ള റോയൽ സ്കൂൾ എന്ന് പറഞ്ഞ ആ പേരുള്ള ആ സ്കൂളിൽ അവന് അഡ്മിഷൻ എടുക്കും. അത് ഇവരുടെ ഒരു ഇൻഫ്ലുവൻസോടെ ഇവർക്ക് അവിടെ കുറച്ച് ആൾക്കാരെയൊക്കെ പരിചയം ഉണ്ടാകുമായിരിക്കാം. അങ്ങനെ അവരുടെ ഒരു സ്വാധീനത്തിൽ അവന് അവിടെ സ്കൂളിൽ അഡ്മിഷൻ കിട്ടി. ഐ വാസ് എക്സൈറ്റഡ്. അവൻ വളരെ ആശ്ചര്യമായിരുന്നു, അത്ഭുതമായിരുന്നു, ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു അവൻ. ഐ വാസ് ടോൾഡ് ദെയർ വുഡ് ബി ബുക്സ് ഫോർ ദ ബ്ലൈൻഡ് ഇൻ ദ സ്കൂൾ. അപ്പോൾ അവനോട് അവിടെ ചേരും മുമ്പേ തന്നെ അവന് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട് അവിടെ പുസ്തകങ്ങളുണ്ട്, അന്ധരായ കുട്ടികൾക്ക് വായിക്കുന്നതിന് വേണ്ടിയുള്ള പുസ്തകങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് മാമൻ തോട്ട് ഐ വാസ് ടു യങ് ടു ബി അവേ ഫ്രം ദ സ്കൂൾ. പക്ഷേ അമ്മ വിചാരിച്ചു അവൻ വളരെ ചെറുതാണ്, ഒറ്റയ്ക്ക് പോയി അത്രയും ദൂരം പാരീസിൽ പോയി താമസിക്കുക എന്ന് പറഞ്ഞാൽ, ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ഇവൻ ചെറുതാണ്, അത് പറ്റില്ല എന്നാണ് അമ്മ വിചാരിച്ചത്. ഐ വാസ് ഓൺലി 10 ദെൻ. അപ്പോൾ ഇവന് 10 വയസ്സുണ്ടായിരുന്നുള്ളൂ. ഒരു 10 വയസ്സുകാരൻ അങ്ങനെ ഒറ്റയ്ക്ക് മാറി നിന്ന് ഒരു സ്കൂളിൻ്റെ ബോർഡിങ്ങിൽ താമസിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ അമ്മയ്ക്കത് വിഷമമായിരുന്നു. ഐ ലവ് യു ഐ ടോൾഡ് മാമൻ ആൻഡ് പപ്പ ബട്ട് ഐ മസ്റ്റ് ഗോ. അപ്പോൾ അമ്മേനോടും അച്ഛനോടും പറയും, എനിക്ക് നിങ്ങളോട് സ്നേഹമാണ്, എനിക്ക് നിങ്ങളിഷ്ടമാണ്, എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ അങ്ങനെ ഇഷ്ടം ഉണ്ടായിട്ടല്ല, പക്ഷേ എനിക്ക് പോകണം. ബട്ട് ഐ മസ്റ്റ് ഗോ, എനിക്ക് പോയേ പറ്റൂ. At the school for the blind, a guide led me to the library. അപ്പോൾ അന്തർക്കുള്ള ആ സ്കൂളിൽ ചെന്നപ്പോൾ ഒരു ഗൈഡ് അവനെ ലൈബ്രറിയിലേക്ക് നയിച്ചു. He taught me to read by tracing the raised letters on a board with my finger. ട്രേസിങ് എന്ന് പറഞ്ഞാൽ മൂവ്ഡ് ഫിംഗർ സ്ലൈറ്റ്ലി അലോങ് ദ സർഫസ് ഓഫ് സംതിങ്. ട്രേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മളൊരു പേപ്പറൊക്കെ വെച്ചിട്ട് ചിത്രങ്ങളൊക്കെ ട്രേസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ വിരൽ കൊണ്ട് പയ്യെ ആ ഒരു പ്രതലത്തിൽ സ്പർശിക്കുക, അതിനാണ് ഇവിടെ ട്രേസിങ് എന്ന് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ഗൈഡ് എന്ത് ചെയ്യും, ഗൈഡ് ഇവനെ അങ്ങനെ അക്ഷരങ്ങൾ വായിക്കാൻ വേണ്ടി പഠിപ്പിച്ചു. അങ്ങനെ ഉയർന്ന പേപ്പറിൽ തന്നെ ഉയർന്ന ലെറ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതെല്ലാം ഇവൻ വായിക്കാൻ പഠിച്ചു. മൈ ഫിംഗേഴ്സ് ട്രേസ്ഡ് ഈച്ച് ലെറ്റർ ജസ്റ്റ് ആസ് ഐ ഹാഡ് ഡൺ വിത്ത് ദ ലെറ്റേഴ്സ് പപ്പ ഹാഡ് മെയ്ഡ് ഫോർ മീ അറ്റ് ഹോം. അപ്പം അച്ഛൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന ലെറ്റേഴ്സ് ഉണ്ടല്ലോ, തുകലുകൊണ്ടും അതുപോലെ സ്ട്രോ കൊണ്ടും പെങ്ങളും ഒക്കെ ഉണ്ടാക്കി കൊടുത്ത ലെറ്റേഴ്സ്, അത് അവൻ സ്പർശിച്ച് എങ്ങനെയാണ് വായിച്ചിരുന്നത് അതുപോലെ അവൻ വായിക്കാൻ തുടങ്ങി. ബട്ട് ദ ബോർഡ് വാസ് ലോങ്. പക്ഷേ ആ അക്ഷരങ്ങൾ എഴുതിയിരുന്ന ബോർഡ് നീട്ടമുള്ളതും വലുതായിരുന്നു, നീളം കൂടിയതായിരുന്നു. ആൻഡ് ദ ലെറ്റേഴ്സ് വെയർ ടു ലാർജ്. അക്ഷരങ്ങളാണെങ്കിലോ അതിലും വലുത്, നല്ല വലിയ അക്ഷരങ്ങളായിരുന്നു. ഐ ഹാഡ് ടു ടേൺ ദ പേജ് ആഫ്റ്റർ ഓൺലി എ ഫ്യൂ സെൻറ്റൻസ്. കുറച്ച് സെൻറ്റൻസ് വായിച്ച് കഴിയുമ്പോൾ തന്നെ പേജ് മറിക്കേണ്ടി വരും. ഒരു 2-3 സെൻറ്റൻസുകൾ വായിച്ച് കഴിയുമ്പോൾ തന്നെ പേജ് മറിക്കേണ്ടി വരും. ദ വേർഡ്സ് വെയർ ആസ് ലാർജ് ആസ് മൈ ഹാൻഡ്സ്. ഇപ്പോൾ അവൻ്റെ ആ കുഞ്ഞു കൈകൾ, 10 വയസ്സുള്ള കുട്ടിയുടെ കൈയല്ലേ, ആ ഒരു കുഞ്ഞു കൈ കൊണ്ട് ഇങ്ങനെ തടഞ്ഞ് ട്രേസ് ചെയ്ത് വായിക്കുമ്പോൾ കുറച്ച് ഒരു 2-3 സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ പേജ് മറിക്കേണ്ടി വരും. അതുപോലെ വാക്കുകളാണെങ്കിലോ അവൻ്റെ കൈയുടെ അത്രയും വലിയ വാക്കുകളാണ് എഴുതിയിരുന്നത്. എ സെൻറ്റൻസ് ടുക്ക് അപ്പ് ഹാഫ് എ പേജ്. ഒരു സെൻറ്റൻസ് തന്നെ 1/2 പേജ് വരെ വരുമായിരുന്നു. ഐ സൈഡ് ഈവൻ ഇഫ് ഐ റീഡ് 100 ബുക്സ് ലൈക്ക് ദിസ് ഹൗ മച്ച് കുഡ് ഐ ലേൺ. അപ്പോൾ അവൻ ദീർഘനിശ്വാസം വിടുകയാണ്. ഇത്രയും ഇങ്ങനത്തെ ഒരു 100 പുസ്തകം വായിച്ചാൽ തന്നെ ഞാൻ എത്രയാണ് പഠിക്കുക. അതായത് ആ ഒരു ബുക്കിനകത്ത് കുറച്ച് കണ്ടൻറ്റേ ഉണ്ടാവുള്ളൂ, വലിയ ബുക്കാണ്, വലിയ അക്ഷരങ്ങളാണ് അതിനകത്ത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് കണ്ടൻ്റ് അല്ലേ ഉണ്ടാവുള്ളൂ. ഇത് ഇങ്ങനെ എത്ര പുസ്തകങ്ങൾ, 100 പുസ്തകങ്ങൾ പഠിച്ചാൽ ഞാൻ എത്ര കുറച്ചായിരിക്കും പഠിക്കുക. വാട്ട് വാസ് ദ മേജർ ചലഞ്ച് ലൂയിസ് ഫേസ്ഡ് അറ്റ് ദ റോയൽ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ്? അതൊരു ചോദ്യമുണ്ട്, അതിൻ്റെത് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ വേറൊരു ചോദ്യം കൂടിയുണ്ട്. How did Louis initially learn to read at the Royal School for the Blind? അതിന് ആൻസർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. റീഡ് ബൈ ട്രേസിംഗ് ദ raised letters on a board with his fingers. His fingers traced each letter just as he had done with the letters Papa had made for him at home. രണ്ടാമത്തെ ചോദ്യം, what was the major challenge Louis faced at the Royal School for the Blind? The board was long and the letters were too large. He had to turn the pages after only a few sentences. The words were large as my hand, as his hand. A sentence took up half page. The next day, the headmaster summoned a meeting
ഓഫ് ദ സ്റ്റുഡൻസ്. അടുത്ത ദിവസം തന്നെ പ്രധാന അധ്യാപകൻ സമണ്ട് എന്ന് പറഞ്ഞാൽ കോൾഡ്, ഒരു മീറ്റിംഗ് വിളിച്ചു. കുട്ടികളുടെ എല്ലാവരുടെയും കൂടെ ഒരു മീറ്റിംഗ് വിളിച്ചു. എവ്രി വൺ ഹാഡ് ഗാദർഡ് ഇൻ ദ ബിഗ് റൂം. അപ്പോൾ എല്ലാവരും ആ ഒരു വലിയ മുറിയിൽ എല്ലാവരും ഒത്തുകൂടി. ഡോക്ടർ പിഗ്നിയർ ദ ഹെഡ് മാസ്റ്റർ സ്പോക്ക് ടു അസ്. അപ്പോൾ ഡോക്ടർ പിഗ്നിയർ ആണ് ഹെഡ് മാസ്റ്റർ. അദ്ദേഹം അവരോട് സംസാരിച്ചു. എ ഫ്രഞ്ച് ആർമി ക്യാപ്റ്റൻ ഹാസ് ഇൻവെൻറ്റഡ് എ കോഡ് ടു സെൻഡ് സീക്രട്ട് മെസ്സേജസ് ഡ്യൂറിങ് വാർ. ഒരു ഫ്രഞ്ച് ആർമിയിലെ ക്യാപ്റ്റൻ ഉണ്ട്. അവർ ഫ്രാൻസിലാണ് ഈ കഥകൾ നടക്കുന്നത്. അപ്പോൾ ഫ്രാൻസിലുള്ള ഒരു ആർമിയിലെ ക്യാപ്റ്റൻ ഒരു കോഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് സീക്രട്ട് ആയിട്ടുള്ള മെസ്സേജുകൾ ഈ യുദ്ധത്തിൻ്റെ സമയത്ത് ചെറിയ സീക്രട്ട് മെസ്സേജുകളൊക്കെ യുദ്ധത്തിലെ പടയാളികൾക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു കോഡാണ്. ദ കോഡ് ഈസ് റെഡ് ബൈ ടച്ചിങ്, നോട്ട് ബൈ സൈറ്റ്. സോ വി മൈറ്റ് യൂസ് ഇറ്റ് ഹിയർ ടു. ആ കോഡ് തൊട്ടിട്ടാണ് വായിക്കുന്നത്. സ്പർശനത്തിലൂടെയാണ് ആ കോഡ് എന്താണെന്ന് വായിക്കാൻ പറ്റുക, നോക്കിയിട്ടല്ല, കണ്ടിട്ടല്ല. സോ വി മസ്റ്റ് യൂസ് ഇറ്റ് ഹിയർ ടു. നമുക്കപ്പോൾ ഇത് ഇവിടെയും ഉപയോഗിക്കാം. അതിൻ്റെ ഒരു ചോദ്യമുണ്ട്. വാട്ട് വാസ് പെക്യൂലിയർ അബൌട്ട് ദ ഫ്രഞ്ച് ആർമി ക്യാപ്റ്റൻസ് കോഡ്? ദ കോഡ് ഈസ് റെഡ് ബൈ ടച്ച്, നോട്ട് ബൈ സൈറ്റ്. അതായിരുന്നു പ്രത്യേകത. ഇനി നമുക്ക് വേർഡ് ഗാലറി ഉണ്ട്. വേർഡ് ഗാലറി നമുക്ക് ഇതിനകത്ത് ബുദ്ധിമുട്ടായിട്ടുള്ള ഫസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന വേർഡ്സൊക്കെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. യു ആർ each holding a message written with patterns of dots, the headmaster continued. Each pattern stands for a sound such as ow, ch. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലൊരു മെസ്സേജ് ഉണ്ട്. നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു മെസ്സേജാണ് നിങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ടുള്ളത്. ഈ മെസ്സേജ് എഴുതിയിരിക്കുന്നത് ഡോട്ട്സ് വെച്ചിട്ടാണ്. ഡോട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ഡോട്ട്, ഒരു കുത്തുകൾ അല്ലേ, അല്ലെങ്കിൽ ബിന്ദു എന്നും നമ്മൾ മലയാളത്തിൽ ബിന്ദു എന്ന് പറയും. അപ്പോൾ ഈ ഓരോ പാറ്റേൺ ഉണ്ട്. ഈ പാറ്റേൺ ഒരു സൗണ്ടാണ് ഉണ്ടാക്കുന്നത്. ഓരോ സൗണ്ടിനെയാണ് ഓരോ പാറ്റേൺ പറയുന്നത്. ഔ, ച എന്നിങ്ങനെ വരുന്ന സൗണ്ടുകളാണ് ഓരോ പാറ്റേണും. വി ലിസൻഡ് ആസ് ഹി എക്സ്പ്ലെയിൻഡ്. അപ്പോൾ എല്ലാ കുട്ടികളും അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അദ്ദേഹം വിവരിക്കുന്നത്, ഓരോ സൗണ്ടും വിവരിക്കുന്നത് ശ്രദ്ധിച്ചു. ഇറ്റ് വാസൻറ്റ് ഈസി. അത് അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. അത് ഓരോ സൗണ്ടുകളും പഠിക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിരുന്നില്ല. ദെയർ വാസ് എ ലോട്ട് ടു റിമെമ്പർ. ഒത്തിരി ശബ്ദങ്ങൾ അവർക്ക് മെമ്മറൈസ് ചെയ്യാനുണ്ടായിരുന്നു, റിമെമ്പർ ചെയ്യാനുണ്ടായിരുന്നു, ഓർത്ത് വെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഫ്ലിപ്പിംഗ് മൈ പേപ്പർ ഓവർ ഐ മൂവ്ഡ് മൈ ഫിംഗേഴ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഫീലിംഗ് ദ ഡോട്ട്സ്. അപ്പോൾ ആ പേപ്പർ തിരിച്ച് നോക്കിയിട്ട് ലൂയിസ് എന്ത് ചെയ്തു, അവൻ്റെ വിരലുകൾ ആ പേപ്പറിൽ കൂടി ഓടിച്ചു. എവിടെ നിന്ന്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് അവൻ പേപ്പറിൽ കൂടി കൈ ഓടിച്ചു. എന്നിട്ട് ആ ഡോട്ട്സുകളെല്ലാം ഒന്ന് ഫീൽ ചെയ്തു, ഒന്ന് സ്പർശിച്ചു നോക്കി. ഫോൾ ബാക്ക് ഐ സഡൻലി ഷൗട്ടഡ് വിത്ത് എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ അവന് ആ വാക്ക് എന്താണെന്ന് കിട്ടി, എന്താണ് ആ സീക്രട്ട് മെസ്സേജ് എന്ന് കിട്ടി. ഫോൾ ബാക്ക് എന്നായിരുന്നു അവന് കിട്ടിയ സീക്രട്ട് മെസ്സേജ്. എവ്രി വൺ ലാഫ്റ്റ്. ഇറ്റ് വാസ് എ ബാറ്റിൽ ഓർഡർ. ഓഫ് കോഴ്സ് അതൊരു ബാറ്റിലുള്ള ഓർഡർ ആയിരുന്നു. യുദ്ധത്തിൻ്റെ സമയത്ത് പട്ടാളക്കാർ ഓക്കെ നമുക്ക് പിൻവാങ്ങാം, യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാം എന്നുള്ളതിൻ്റെ ഒരു ഓർഡറാണ് ആ കിട്ടിയ മെസ്സേജ്. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇത് കേട്ടപ്പോൾ ചിരിച്ചെങ്കിലും അവന് കിട്ടിയ മെസ്സേജ് കറക്റ്റായിരുന്നു. ബട്ട് നൗ മൈ ഹാർട്ട് പൗണ്ടഡ് വിത്ത് ഹോപ്പ്. പൗണ്ടഡ് മീൻസ് ബീറ്റ് റാപ്പിഡ്ലി ആൻഡ് സ്ട്രോങ്ലി വിത്ത് എക്സൈറ്റ്മെൻറ്റ് ഓർ ഇമോഷൻ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്തത് ശരിയായി, അല്ലെങ്കിൽ നമുക്കത് നമ്മൾ ചെയ്ത കാര്യം ശരിയായി ഒരു അപ്രീസിയേഷൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഹാർട്ട് ഇങ്ങനെ ഇടിക്കുമല്ലോ, ഭയങ്കരമായിട്ട് സ്പീഡിൽ ഇടിക്കും. അപ്പോൾ അതിനാണ് പൗണ്ടഡ് എന്ന് പറഞ്ഞാൽ. ഹാർട്ട് പൗണ്ടഡ് എന്ന് പറഞ്ഞാൽ അതാണ്, ആ ഒരു 2-3 ബീറ്റ് കൂടുതൽ വരിക. ഐ ആസ്ക് ഫോർ അനദർ. അവൻ എന്ത് ചെയ്തു, അവൻ അടുത്ത ഒരു പേപ്പറിന് വേണ്ടി ചോദിച്ചു. ഐ ടച്ച് ദ ഡോട്ട്സ്. വീണ്ടും എന്ത് ചെയ്തു, അവൻ ആ ഡോട്ടുകളൊക്കെ, ആ ബിന്ദുക്കൾ അല്ലെങ്കിൽ ആ കുത്തുകളൊക്കെ ഒന്ന് സ്പർശിച്ച് നോക്കി. സപ്ലൈസ് അറൈവ് അറ്റ് ഡോൺ. രാവിലെ ആകുമ്പോൾ എന്ത് വരും, അവർക്ക് ഉള്ള സപ്ലൈസ് എന്ന് പറഞ്ഞാൽ ഫുഡും ബാക്കിയുള്ള സാധനങ്ങളുമായിരിക്കും. ഈ യുദ്ധത്തിന് പോയ പട്ടാളക്കാർക്ക് കൊടുക്കുന്ന ഭക്ഷണവും റേഷനും ഒക്കെ ആയിരിക്കാം. അത് രാവിലെ വരും, വെളുപ്പിനെ വരും എന്നുള്ള ഒരു മെസ്സേജ് കിട്ടി. ദ അതേഴ്സ് ഷൗട്ടഡ് ഔട്ട് ദെയർ മെസ്സേജസ് ടു. അപ്പോഴാണ് മറ്റുള്ളവർ എന്ത് ചെയ്തു, മറ്റുള്ള കുട്ടികളും അവർക്ക് കിട്ടിയ മെസ്സേജുകൾ ഒച്ചയിൽ പറയാൻ തുടങ്ങി. ദ ഹെഡ് മാസ്റ്റർ ടോട്ട് മീ to make dot patterns with a stylus on a paper kept under a wooden frame. അപ്പോൾ ഹെഡ് മാസ്റ്റർ എന്ത് ചെയ്തു, പ്രധാന അധ്യാപകൻ ലൂയിസിന് ഡോട്ടുകൾ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ സ്റ്റൈലസ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റ് ഫോർ റൈറ്റിംഗ്.
നമുക്കറിയാലോ സ്റ്റൈലസ് എന്താണെന്ന്. നമ്മൾ ടച്ച് സ്ക്രീനിലും ഐപാഡിലൊക്കെ നമ്മൾ സ്റ്റൈലസ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉള്ളൊരു ഇൻസ്ട്രുമെൻ്റാണ് സ്റ്റൈലസ്. പക്ഷേ അതിൻ്റെ അറ്റം കൂർത്തിരിക്കുന്നതായിരിക്കും. നമുക്ക് ഡോട്ട്സാണ് ഇടേണ്ടത് പേപ്പറിൽ. ആ പേപ്പറിൽ ഡോട്ട്സുകളാണ് ഇടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂർത്ത അഗ്രമുള്ള ഒരു നീളമുള്ള ഒരു കമ്പായിരിക്കും ഈ സ്റ്റൈലസ് ആയിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. I made a few of the dot patterns, then flipped the paper to read them by touch. അപ്പോൾ ഇവൻ എന്ത് ചെയ്യും, കുറച്ച് ഡോട്ടുകൾ ഇട്ടു, എന്നിട്ട് എന്ത് ചെയ്തു, പേപ്പർ തിരിച്ചു വെച്ചു, എന്നിട്ട് അത് വായിക്കാൻ നോക്കി. ഒരു വുഡൻ ഫ്രെയിമിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. അത് വായിക്കാൻ നോക്കി. ഫോർ മെനി വീക്സ് ഐ പ്രാക്ടീസ്ഡ്. അപ്പോൾ ഇവന് അത് വായിക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനെ എഴുതാനും പറ്റുന്നുണ്ട്. അപ്പോൾ അത് കുറേ ദിവസങ്ങൾ, കുറേ ആഴ്ചകളോളം അവൻ അതെന്ത് ചെയ്തു, പ്രാക്ടീസ് ചെയ്തു. ദ കോഡ് വാസ് ഡിഫറെൻറ്റ് ഫ്രം ദ നോർമൽ ആൽഫബറ്റ്. ആ കോഡുകൾ സാധാരണ അക്ഷരമാലയിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ദ കോഡ് സ്റ്റുഡ് ഫോർ സൗണ്ട്സ് നോട്ട് ലെറ്റേഴ്സ്. ആ കോഡുകൾ ശബ്ദങ്ങളെയാണ് പ്രതിനിധീകരിച്ചത്. ഓരോ ശബ്ദത്തിനുമായിരുന്നു ഓരോ പാറ്റേൺ ഉണ്ടായിരുന്നത്, അക്ഷരങ്ങൾക്കല്ല. വൈ ഷുഡൻറ്റ് വി സ്പെൽ വേർഡ്സ് ആൻഡ് റൈറ്റ് സെൻറ്റൻസസ് ലൈക്ക് പീപ്പിൾ വിത്ത് നോർമൽ ഐസൈറ്റ്? എന്തുകൊണ്ട് നമുക്ക് സാധാരണ കാഴ്ചയുള്ള മനുഷ്യർ വായിക്കുന്നത് പോലെ അക്ഷരങ്ങൾ കൂട്ടി വാക്കുകളുണ്ടാക്കി ആ വാക്കുകൾ വെച്ച് വാക്യങ്ങളുണ്ടാക്കിക്കൂടാ? ഐ സെറ്റ് ടു വർക്ക് ഓൺ ദ ഐഡിയ. ഞാൻ അങ്ങനെയാണ്, ലൂയിസ് അങ്ങനെയാണ് ആലോചിച്ചത്. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങി. Late at night, while the others slept, I bent over my slate and punched the pages. ഇപ്പോൾ രാത്രി വളരെയധികം രാത്രി ആവുന്നത് വരെ പോലും അവൻ എന്ത് ചെയ്യും, മറ്റുള്ളവർ ഉറങ്ങുന്ന സമയത്തും ഉണർന്നിരുന്നിട്ട് ഇവൻ എന്ത് ചെയ്യും, കുനിഞ്ഞിരുന്ന് ഈ സ്ലേറ്റിൽ ഇവൻ പഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഈ പേപ്പേഴ്സ് ഇങ്ങനെ പഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഹോൾസ് ഉണ്ടാക്കുക എന്നാണ് പഞ്ച് എന്നുള്ളതിൻ്റെ മീനിങ്. അവനിങ്ങനെ ഹോൾസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഓരോ പാറ്റേണിൽ അവൻ ഹോൾസ് ഉണ്ടാക്കും. ഐ ട്രൈഡ് ഹൺഡ്രഡ്സ് ഓഫ് വേസ് ടു സിംപ്ലിഫൈ ദ ക്യാപ്റ്റൻസ് കോഡ്. അപ്പോൾ ക്യാപ്റ്റൻ്റെ കോഡ് സിമ്പിളായിട്ട് മറ്റുള്ളവർ എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിലാക്കാനായിട്ട് 100 പ്രാവശ്യം 100 വ്യത്യസ്തമായ വഴികളിലൂടെ അവൻ ഓരോന്നും പരീക്ഷിച്ചു നോക്കി. ഐ വർക്ക്ഡ് അൻറ്റിൽ മൈ ബാക്ക് വാസ് സ്റ്റിഫ് ആൻഡ് മൈ ഫിംഗേഴ്സ് ഏക്ഡ്. അവൻ ഈ ഒരു ജോലി അവൻ്റെ പുറം വേദനിക്കുന്നത് വരെ, പുറം ഇങ്ങനെ മടക്കാൻ പറ്റാത്തത്രയും സ്റ്റിഫാകുന്നത് വരെ, അതായത് നമ്മൾ കുനിഞ്ഞിരുന്നൊരു പണി ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ നടുവ് ഭാഗത്തിന് വേദന എടുക്കും. അതൊരു മരവിച്ച അവസ്ഥയിലാകും അല്ലേ. സ്റ്റിഫ് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ടു ബെൻഡ്. ആ ഒരു മരവിച്ച അവസ്ഥയിലാകുന്നത് വരെ, അവൻ്റെ കൈകൾ വേദനിക്കുന്നത് വരെ അവൻ ആ ഒരു ജോലി ചെയ്തു. എ ഇയർ പാസ്റ്റ്, then another and another. 1 വർഷം കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു, 3 വർഷം കഴിഞ്ഞു. ദാറ്റ് വിൻ്റർ ഐ ടേൺഡ് 15. ആ വർഷം അവൻ എത്ര വയസ്സായി? 15 വയസ്സായി. ആ ഒരു വിൻ്റർ മീൻസ് മഞ്ഞുകാലത്ത് അവന് 15 വയസ്സായി. ഐ വാസ് ഓഫൻ സിക്ക്. അവൻ എപ്പോഴും അസുഖങ്ങളാണ്. ബട്ട് ഐ വുഡൻറ്റ് റെസ്റ്റ്. പക്ഷെ അവൻ എന്ത് ചെയ്യില്ല, റെസ്റ്റ് എടുക്കില്ല. അവൻ ഇതിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ വ്യത്യസ്തമായ മെത്തേഡുകൾ കണ്ടുപിടിക്കുകയും അതെല്ലാം പരീക്ഷിച്ച് നോക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് വായിക്കുക, എങ്ങനെയാണ് ഇതെല്ലാം എല്ലാ അക്ഷരങ്ങളും നമുക്ക് വായിക്കാൻ പറ്റുക, എഴുതാൻ പറ്റുക ഈസി ആയിട്ട്. എ ഇയർ പാസ്റ്റ്, അത് ഞാൻ വായിച്ചു. ഫൈനലി ഇറ്റ് വാസ് റെഡി ടു ടെസ്റ്റ്. ഐ ആസ്ക്ഡ് ദ ഹെഡ് മാസ്റ്റർ ടു ചൂസ് എ ബുക്ക് ഫ്രം ഹിസ് ഓൺ ലൈബ്രറി. അവസാനം അവൻ്റെ ആ ഉദ്യമത്തിൽ വിജയിച്ചു. അവനത് ഒന്ന് പരീക്ഷിക്കാൻ പോവാണ്. അവൻ ആ ദിവസം അതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പോവാണ്. ഐ ആസ്ക്ഡ് ദ ഹെഡ് മാസ്റ്റർ ടു ചൂസ് എ ബുക്ക് ഫ്രം ഹിസ് ഓൺ ലൈബ്രറി. ഇവനെന്ത് ചെയ്തു, ലൂയിസ് ഹെഡ് മാസ്റ്ററിനോട്, പ്രധാന അധ്യാപകനോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ബുക്ക് നിങ്ങളുടെ ലൈബ്രറിയിൽ നിന്ന് സെലക്ട് ചെയ്യാൻ, ഒരു ബുക്ക് തിരഞ്ഞെടുക്കാൻ പറയും. എ ബുക്ക് ഐ ഹാഡ് നെവർ ഹേർഡ് ഓഫ് ബിഫോർ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, വായിച്ചിട്ടില്ലാത്ത, അല്ലെ അറിഞ്ഞിട്ടില്ലാത്തൊരു ബുക്ക്, ഞാനിതിനെപ്പറ്റി കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു പുസ്തകം എടുത്താൽ മതിയെന്ന് പ്രധാന അധ്യാപകനോട് പറയും. പ്ലീസ് റീഡ് ഇറ്റ് ഔട്ട് സർ, ഐ സെഡ്. ആ ബുക്ക് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അതൊന്ന് ഒച്ചയിൽ വായിക്കാൻ പറയും. പ്ലീസ് റീഡ് ഇറ്റ് എലൗഡ്. ദയവായി അതൊന്ന് ഒച്ചയിൽ വായിക്കൂ. ഐ സെഡ്. ഡോക്ടർ പിഗ്നിയർ ബിഗാൻ. ആഫ്റ്റർ എ ഫ്യൂ മിനിറ്റ്സ് ഐ ഇൻറ്ററപ്റ്റഡ്. ആദ്യം തന്നെ അദ്ദേഹം വായിക്കാൻ തുടങ്ങി. പ്രധാന അധ്യാപകൻ അത് വായിക്കാൻ തുടങ്ങി. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ലൂയിസ് ഇൻറ്ററപ്റ്റ് ചെയ്തു. ഇൻറ്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്ഡ് ഓർ പോസ്, ഒന്ന് നിർത്താൻ പറയും. ഒന്നിടയിൽ കയറിയിട്ട് നിർത്താൻ പറയും. യു ക്യാൻ ഗോ മച്ച് ഫാസ്റ്റർ സർ. ഇനി കുറച്ച്
സ്പീഡിൽ വായിക്കാം, ഇനി കുറച്ച് വേഗത്തിൽ വായിച്ചോളാൻ പറയും. ആസ് ഹി റീഡ് ഐ കോപ്പി ഡൗൺ ദ വേർഡ്സ് സ്പെല്ലിംഗ് ഈച്ച് വൺ കറക്റ്റ്ലി. അദ്ദേഹം വായിക്കുന്ന ആ സമയം ഇവൻ എന്ത് ചെയ്തു, ഇവൻ ഈ ഓരോ വാക്കുകളും ഓരോ സ്പെല്ലിങ്ങുകളും ഓരോ അക്ഷരങ്ങളും എന്ത് ചെയ്തു, കറക്റ്റായിട്ട് ഇങ്ങനെ കോപ്പി ചെയ്തു. ആ സ്റ്റൈലസ് കൊണ്ട് പേപ്പറിൽ ഡോട്ട്സുകൾ ഉണ്ടാക്കി, പാറ്റേൺസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. മൈ ന്യൂ കോഡ് യൂസ്ഡ് ജസ്റ്റ് 6 dots. അവൻ്റെ പുതിയ കോഡിന് ആകെ 6 ബിന്ദുക്കളെ ഉണ്ടായിരുന്നുള്ളൂ, 6 കുത്തുകളെ ഉണ്ടായിരുന്നുള്ളൂ. അറേഞ്ച്ഡ് ഇൻ 2 columns, 2 കോളങ്ങളായിട്ട്. ലൈക്ക് ഡൊമിനോസിൻ്റെ ബോർഡ് നമ്മൾ ആദ്യമേ പറഞ്ഞു, പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞു അമ്മയുടെ കൂടെ ഡൊമിനോസ് കളിക്കുമെന്ന്. അപ്പോൾ ആ ഡൊമിനോസിന് ഞാൻ പറഞ്ഞായിരുന്നു 2 ഭാഗങ്ങളായിട്ട്, ഒരു റെക്റ്റാങ്കിളിൻ്റെ 2 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനകത്ത് ഡോട്ട്സാണ് ഉണ്ടായിരുന്നത്. അതുപോലെ 6 ഡോട്ട്സുള്ള വ്യത്യസ്തമായ പാറ്റേൺസ് ആണ് ഇവനുണ്ടാക്കിയത്. ഈച്ച് ഡോട്ട് പാറ്റേൺ സ്റ്റുഡ് ഫോർ എ ലെറ്റർ ഓഫ് ദ ആൽഫബറ്റ്. ഓരോ പാറ്റേണും, ഓരോ ഡോട്ടിൻ്റെ പാറ്റേണും ഓരോ അക്ഷരം, നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാലയിലുള്ള ഓരോ അക്ഷരത്തിനുമായിരുന്നു ഓരോ ഡോട്ടുകൾ സൂചിപ്പിച്ചിരുന്നത്. The headmaster stopped reading when he came to the end of the chapter. I turned my pages over. Reading by touch, I recited the entire chapter. അപ്പോൾ ഹെഡ് മാസ്റ്റർ ആ ബുക്ക് മുഴുവനും വായിച്ചു. ആ പുസ്തകം അവസാനത്തെ ചാപ്റ്റർ വരെ വായിച്ചു നിർത്തി. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു, ഇവൻ്റെ പേജുകളെല്ലാം മറിച്ച് അവൻ വായിക്കാൻ തുടങ്ങി. റീഡിങ് ബൈ ടച്ചിങ് ഐ റിസൈറ്റഡ് ദ എൻ്റയർ ചാപ്റ്റർ. ആ ഒരു ചാപ്റ്റർ മുഴുവനും അവൻ സ്പർശനത്തിൽ കൂടെ വായിച്ചു. ലൂയിസ്, യു ഡിഡ് ഇറ്റ്, ദ ഹെഡ് മാസ്റ്റർ ഷൗട്ടഡ്. അപ്പോൾ പ്രധാന അധ്യാപകൻ ആഹ്ലാദത്തിൽ ഷൗട്ട് ചെയ്ത് ഒച്ചയെടുത്ത് പറഞ്ഞു, ലൂയിസ് നീ ഇത് ചെയ്തു, നീ അത് നേടിയിരിക്കുന്നു ലൂയിസ് എന്ന് പറയും. ഇവിടെ ഒരു ചോദ്യം ഞാൻ വിട്ടുപോയി. വാട്ട് വാസ് സ്പെഷ്യൽ അബൌട്ട് ദ ന്യൂ കോഡ്? അപ്പോൾ ന്യൂ കോഡ്, പുതിയ കോഡിൻ്റെ പ്രത്യേകത എന്തായിരുന്നു എന്നാണ് ചോദ്യം. മൈ ന്യൂ കോഡ് യൂസ്ഡ് ജസ്റ്റ് 6 dots അറേഞ്ച്ഡ് ഇൻ 2 columns ലൈക്ക് ഡൊമിനോസ്. ഈച്ച് ഡോട്ട് പാറ്റേൺ സ്റ്റുഡ് ഫോർ എ ലെറ്റർ ഓഫ് ദ ആൽഫബറ്റ്. അതാണ് ആൻസർ, ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ബാക്കി വായിക്കാം. Word spread quickly. The other students rushed to try it. So easy, they said, and so fast. We can read words and write letters like everyone else. Yes, I had done it. അപ്പോൾ ഈ ഒരു വാർത്ത പെട്ടെന്നാണ് സ്പ്രെഡായത്. എല്ലാവരും പെട്ടെന്ന് അറിഞ്ഞു. അതർ സ്റ്റുഡൻസ്, മറ്റുള്ള കുട്ടികൾ ഇത് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് വന്നു, അവൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അവരെല്ലാവരും വായിച്ചു നോക്കി. അവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വളരെ എളുപ്പം, വളരെ വേഗത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. നമുക്ക് മറ്റുള്ള കുട്ടികളെപ്പോലെ എല്ലാ അക്ഷരങ്ങളും എഴുതാനും വായിക്കാനും നമുക്ക് പറ്റുമെന്ന് അവരെല്ലാവർക്കും സന്തോഷത്തോടെ എല്ലാവരും അവനെ പ്രശംസിച്ചു. ഹൗ ഡിഡ് ദ അതർ സ്റ്റുഡൻസ് റിയാക്ട് ടു ലൂയിസ് ന്യൂ സിസ്റ്റം? അത് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈസി, ദേ സെഡ്, ആൻഡ് സോ ഫാസ്റ്റ്. വി ക്യാൻ റീഡ് വേർഡ്സ് ആൻഡ് റൈറ്റ് ലെറ്റേഴ്സ് ലൈക്ക് എവ്രി വൺ എൽസ്. ഇനി അവന് സന്തോഷമായി, ലൂയിസിന് സന്തോഷമായി. ഓക്കെ, ഞാനിത് നേടിയെടുത്തു എന്ന് അവൻ പറയും. About the author, Jen Bryant is an American poet, biographer and fictionist. Her works are mostly for children and young adults. She is famous for her award-winning book, The Right Words and A River of Words. അപ്പോൾ ഇത് ജെൻ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ പോയറ്റും ബയോഗ്രാഫർ, അതായത് ജീവചരിത്രം എഴുതുന്ന ആളും ആണ്. ഫിക്ഷനിസ്റ്റാണ്, സാങ്കല്പിക കഥകൾ എഴുതുന്ന എഴുത്തുകാരിയുമാണ്. കുട്ടികൾക്കും യങ് അഡൾട്ട്സ്, ടീനേജേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് ബുക്കുകൾ കൂടുതൽ എഴുതിയിട്ടുള്ളത്. പ്രശസ്തമായ ബുക്ക് എന്താണ്? ദ റൈറ്റ് വേർഡ്സ് ആൻഡ് എ റിവർ ഓഫ് വേർഡ്സ്. അതാണ് പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകം. ഇനി നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. റീഡ് ദ ഫോളോവിങ് എക്സ്ട്രാക്ട് ഫ്രം ദ സ്റ്റോറി. The infection spread to my other eye until I could see nothing at all. No trees or sparrows, no faces, no loaves of bread. What would be the thoughts that passed through Louis' mind when he lost his eyesight? അപ്പോൾ ലൂയിസിൻ്റെ ചിന്തയിലൂടെ കടന്നുപോയ കാര്യങ്ങൾ എന്തെല്ലാമായിരിക്കും? അവന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടപ്പോൾ അവൻ എന്തൊക്കെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? ഈസ് ദിസ് ഹൗ മൈ ലൈഫ് ഓൾവേസ് ബി? ഇങ്ങനെയായിരിക്കുമോ എൻ്റെ ജീവിതം എപ്പോഴും? ഐ വിൽ ലേൺ ടു സീ വിത്ത് മൈ ഹാൻഡ്സ്, മൈ ഇയേഴ്സ് ആൻഡ് മൈ ഹാർട്ട്. ഞാൻ എൻ്റെ കൈകൾ കൊണ്ടും ചെവി കൊണ്ടും എൻ്റെ ഹൃദയം കൊണ്ടും കാണാൻ ശ്രമിക്കും എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്ന 2 എണ്ണം. ഇതല്ലാതെ നമുക്ക് എഴുതാം, കുഡിൻ്റ് ഐ സീ ദി ബ്യൂട്ടിഫുൾ വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക്
വേറെയും സെൻറ്റൻസുകൾ എഴുതാം. ഇനി ഇത് തന്നെ ഒരു പാരഗ്രാഫാക്കി എഴുതാനാണ് നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് ലൂയിസ് തോട്ട്സ് ഇൻ എ പാരഗ്രാഫ്. അപ്പോൾ അത് ഞാൻ എഴുതിയിട്ടുള്ളത്, ഐ വണ്ടർ ഹൗ ഐ സഡൻലി സ്ലിപ്ഡ് ഇൻ ടു എ വേൾഡ് ഓഫ് ഡാർക്ക്നെസ്. ഐ കുഡ് നോട്ട് see nothing at all. No trees dancing in the wind, no sparrows flying in the sky, no smiling faces of my family, not even the fresh loaves of bread on the table. Everything had vanished before me. At first I felt lost and afraid, but deep in my heart I wished to find another way to live, to learn and to dream even without my eyes. അപ്പോൾ ഇതാണ് ആ സെയിം സെൻറ്റൻസുകൾ തന്നെ കുറച്ചുകൂടി വിവരിച്ചെഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് എൻ്റെ ഇരുട്ടിലാണ്, എൻ്റെ ലോകം ഇരുട്ടായിപ്പോയി, എനിക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല, മരങ്ങളോ ചെടികളോ പക്ഷികളോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല, എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരുടെ മുഖം പോലും കാണാൻ പറ്റുന്നില്ല, ഭക്ഷണം പോലും കാണാൻ സാധിക്കുന്നില്ല, എല്ലാം എൻ്റെ മുന്നിൽ നിന്ന് മാഞ്ഞു പോയി. ആദ്യമേ എനിക്ക് പേടിയുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ മനസ്സുകൊണ്ടും എൻ്റെ ചെവികൾ കൊണ്ടും ഒക്കെ ഞാൻ പഠിക്കും. ഞാൻ കണ്ണില്ലെങ്കിൽ പോലും ഞാൻ സർവൈവ് ചെയ്യും, ഞാൻ സ്വപ്നം കാണും, ഞാൻ ജീവിക്കാൻ പഠിക്കും എന്നൊക്കെയാണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. Activity 2, at the school for the blind, a guide led Louise to the school library. Discuss in group how visually challenged children in your school can be guided to find their way. Write down the direction. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു വിഷ്വലി ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് നമ്മൾ എങ്ങനെയായിരിക്കും വഴി പറഞ്ഞു കൊടുക്കുക. ഗോ സ്ട്രേറ്റ് ഫ്രം ദ ഗേറ്റ്. നമുക്കിവിടെ തന്നിട്ടുള്ളത് ഗോ സ്ട്രേറ്റ് ഫ്രം ദ ഗേറ്റ് ആണ്. വാക്ക് എഹെഡ് until you feel the hand rail on the right side. Hold the handrail and follow it along the corridor up to 20 steps. Turn left and take 5 steps. You will reach your classroom. അതാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. നമുക്ക് ഇനിയും ഇത് നന്നായിട്ട് കുറച്ചുകൂടി ആഡ് ചെയ്ത് വേണമെങ്കിൽ എഴുതാവുന്നതാണ്. Read the following sentences from the story. I am sorry, but I didn't want people to feel sorry for me. Did you notice any word with an apostrophe here? Can you underline such words? ഇവിടെ നമുക്ക് നോക്കൂ, ഐ ആം എന്നുള്ളതിൻ്റെ ഐ എഴുതിയിട്ട് അപ്പോസ്ട്രഫി എം ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള വേർഡ്സിനെ പറയുന്നത് കോൺട്രാക്റ്റഡ് ഫോംസ് അല്ലെങ്കിൽ ഷോർട്ട് ഫോംസ് ആണിത്. ആർ ദ ഷോർട്ട് ആൻഡ് വേസ് ഓഫ് റൈറ്റിംഗ് 2 words ടുഗെദർ. 2 വാക്കുകൾ ഒരുമിച്ച് എഴുതുന്നതിന് ഇങ്ങനെയാണ് നമ്മൾ ഒരുമിച്ച് എഴുതുന്നത്. വി യൂസ് ആൻ അപ്പോസ്ട്രോഫ് ടു റീപ്ലേസ് ദ മിസ്സിംഗ് ലെറ്റേഴ്സ് ഓർ ലെറ്റർ. അപ്പം വിട്ടുപോയ അക്ഷരങ്ങൾക്ക് പകരം നമ്മൾ എന്ത് ചെയ്യും, ഒരു അപ്പോസ്ട്രോഫ് ഇടും. ഐ ആം ഇസ് എ ഷോർട്ട് ഫോം ഓഫ് ഐ ആം. ഡിഡിൻറ്റ്, ഇറ്റ് ഈസ് എ ഷോർട്ട് ഫോം ഓഫ് ഡിഡ് നോട്ട്. ദേ ആർ കോൾഡ് കോൺട്രാക്റ്റഡ് ഫോംസ്. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് കോൺട്രാക്റ്റഡ് ഫോംസ് എന്ന്. നൗ ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി അഗെയിൻ. ഫൈൻഡ് ഔട്ട് ദി സെൻറ്റൻസസ് വിത്ത് കോൺട്രാക്റ്റഡ് ഫോംസ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ഇപ്പോൾ കഥ ഒന്നുകൂടി വായിക്കാം, എന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ സെൻറ്റൻസ് സ്റ്റോറിയിലുണ്ടെങ്കിൽ അതെടുത്ത് എഴുതാം. യു ആർ ടു കെയർലെസ് ലൂയിസ്, സെഡ് പപ്പ. ഐ ഡിഡ്ന്റ് മീൻ ടു മേക്ക് എനിത്തിങ് വേഴ്സ്, ബട്ട് ഐ വുഡൻറ്റ് റെസ്റ്റ്. അപ്പോൾ ഇത് 3 എനിക്ക് കിട്ടിയത്. ഒന്നുകൂടി വായിച്ച് നോക്കി നമുക്ക് ഇനിയും വേർഡ്സ് കിട്ടുമോയെന്ന് നോക്കാം. Neenu is looking for words that can be contracted in the following sentence. Can you help her find them and write them below? One has been done for you. അപ്പോൾ നീനു കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുള്ളത് കോൺട്രാക്റ്റഡ് ഫോമിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് നീനുവിനൊന്ന് ഹെൽപ്പ് ചെയ്യാം. ടുമോറോ ദേ വിൽ ഗോ ഓൺ ഹോളിഡേ. ടുമോറോ ദേ വിൽ, ദേ എഴുതിയിട്ട് അപ്പോസ്ട്രോഫ് WL, go on holiday. As planned, we are going to the beach in the evening. As planned, we are എന്നുള്ളത് VWE apostrophe RE എന്ന് എഴുതുക. The children are excited. They had never seen such a beautiful festival. അപ്പോൾ they had never seen, അത് ആണ് ഷോർട്ട് ആക്കേണ്ടത്. they എഴുതിയിട്ട് apostrophe and D. I have always wanted to visit the backwaters. I have എന്നുള്ളതിന് VE മാത്രം, I apostrophe VE. Where is the school located? അപ്പോൾ where is the school located ന് പകരം where's, WHERE apostrophe S. ഇനി ആക്ടിവിറ്റി 4. Dr. Pinkner introduced a new pattern of quotes. Louise could read this
read this message by touching. He felt excited. Imagine that Louis were living in our times. He rang up his father at night. Write a possible telephonic conversation between Louis and his father. ഇപ്പോൾ ലൂയിസ് നമ്മുടെ കാലത്താണ് ഇപ്പോൾ ഇപ്പോൾ ജീവിക്കുന്നതെങ്കിൽ ലൂയിസിൻ്റെ അച്ഛനും തമ്മിലുള്ളൊരു ഫോൺ സംഭാഷണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹേ ലൂയിസ്, ഇറ്റ്സ് പ്രിറ്റി ലേറ്റ്, വാട്ട്സ് ഗോയിങ് ഓൺ. അപ്പോൾ അച്ഛനും ലൂയിസും തമ്മിലുള്ളൊരു ഫോൺ സംഭാഷണമാണ്. ഡാഡ്, ഐ ജസ്റ്റ് ഹാഡ് ടു ടെൽ യു സംതിങ് അമേസിങ്. ലൂയിസ്, എന്താ ഇത്ര രാത്രിയിൽ, എന്താണ് സംഭവിക്കുന്നത്, എന്താണ് അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ചോദിക്കും. അച്ഛൻ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, ഒരു അമേസിങ്, ഒരു പ്രധാനപ്പെട്ട ഒരു വിശിഷ്ടമായൊരു കാര്യമാണ് പറയാനുള്ളതെന്ന് പറയും. ഓ, വാട്ട്സ് ഇറ്റ്? ഓ, എന്താണെന്ന് ചോദിക്കും. ഡോക്ടർ പിഗ്നിയ ഹാഡ് ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ പാറ്റേൺ ഓഫ് കോഡ്സ് ഫോർ us to read. They are made of raised dots, easy to feel with fingers. അപ്പോൾ മിസ്റ്റർ ഡോക്ടർ പിഗ്നിയർ ഞങ്ങൾക്കൊരു പുതിയൊരു കോഡ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്, ഒരു പാറ്റേൺ ഓഫ് കോഡ്സ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിങ്ങനെ വിരലുകൾ കൊണ്ട് തൊട്ട് വായിക്കാണ്ട് ഈസിയാണെന്ന് പറയും. റേസ്ഡ് ഡോട്ട്, ദാറ്റ് സൗണ്ട് ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ റേസ്ഡ് ഡോട്ട്സ് ആണോ, അത് കൊള്ളാമല്ലോ, അത് നന്നായിട്ട് അത് പുതുമയുള്ളതാണല്ലോ, ഇൻട്രസ്റ്റിംഗ് ആണല്ലോ എന്ന് പറയും. യെസ് ഡാഡ്, വിത്ത് ദീസ് ഡോട്ട്സ് വേർഡ്സ് ആർ സ്മോളർ, ഈസിയർ ടു റീഡ്. അപ്പോൾ ഈ ഒരു ഡോട്ട്സ് കൊണ്ട് വേർഡ്സ് എല്ലാം, അക്ഷരങ്ങളൊക്കെ ചെറുതാണ്, വായിക്കാൻ ഈസിയാണ്, എളുപ്പമാണെന്ന് പറയും. ദാറ്റ് മസ്റ്റ് ബി ഗ്രേറ്റ് റിലീഫ് ഫോർ യു ആൻഡ് ഫ്രണ്ട്സ്. ഓ, അത് നിനക്കും നിൻ്റെ കൂട്ടുകാർക്കും വളരെ ആശ്വാസമായിരിക്കും അല്ലേ എന്ന് ചോദിക്കും. ഐ ആം പ്രാക്ടീസിങ് ഇറ്റ് എന്ന് പറയും. അവരുടെ ഫോൺ സംഭാഷണം അതോടെ കഴിയുകയാണ്. ഞാനത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അച്ഛാന്നാണ് അവൻ പറയുന്നത്. അതുകൊണ്ട് അവൻ്റെ ഫോൺ സംഭാഷണം കഴിയുന്നു. ബ്രെയിലീസ് ബ്രേക്ക് ത്രൂ, എ ന്യൂ ആൽഫബറ്റ് ഫോർ ദ വിഷ്വലി ചലഞ്ച്ഡ്. അപ്പം അടുത്തത് നമുക്കൊരു ന്യൂസ് റിപ്പോർട്ടാണ് തന്നിട്ടുള്ളത്. ആ ന്യൂസ് റിപ്പോർട്ട് നമ്മൾ കെയർഫുള്ളായിട്ട് വായിക്കുക. പാരീസ് സ്ഥലം തന്നിട്ടുണ്ട്. 10th January, 10th തീയതിയാണ് ഈ ന്യൂസ് വന്നിട്ടുള്ളത്. Louis Braille, a 15-year-old student at the Royal School for the Blind in Paris, has created a new alphabet to help visually challenged people. The alphabet uses raised dot that can be felt by fingers. The alphabet is easy and quick to read and write. It is expected to change the lives of visually challenged people around the world. It has already become popular in the city. I want to help the visually challenged people read and write like everyone else. This is just the beginning, Louis told newsman at Paris. അപ്പോൾ പാരീസിലുള്ള ന്യൂസ് റിപ്പോർട്ടറുമായിട്ട് ലൂയിസ് സംസാരിക്കുന്നതാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു റിപ്പോർട്ടാണ് തന്നിട്ടുള്ള ലൂയിസിൻ്റെ പ്രതികരണവും ആ ഒരു ന്യൂസ് റിപ്പോർട്ട്. വാട്ട് വാസ് ദ ഇൻവെൻഷൻ? അപ്പോൾ ഇതിനകത്ത് ഒരു ന്യൂസ് റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് നമുക്ക് വരേണ്ടത്, എന്തൊക്കെ കണ്ടൻറ്റ് ഉണ്ടായിരിക്കണം. വാട്ട് ഈസ് ദ ഇൻവെൻഷൻ? ഇൻവെൻഷൻ എന്തായിരുന്നു ഇൻവെൻഷൻ? ക്രിയേറ്റഡ് എ ന്യൂ ആൽഫബറ്റ് ടു ഹെൽപ്പ് വിഷ്വലി ചലഞ്ച്ഡ് പീപ്പിൾ. അതായിരുന്നു ക്രിയേഷൻ അല്ലേ? കണ്ണ് കാണാത്ത ആൾക്കാർക്ക് വായിക്കാൻ വേണ്ടിയുള്ളൊരു ആൽഫബറ്റ്, ഒരു അക്ഷരമാല ഉണ്ടാക്കി. വേർ വാസ് ഇറ്റ് ഇൻവെൻറ്റഡ്? അത് എവിടെയാണ് കണ്ടുപിടിച്ചത്? അറ്റ് ദി റോയൽ സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് ഇൻ പാരീസ്. പാരീസിലുള്ള റോയൽ സ്കൂളിലാണ് അത് കണ്ടുപിടിച്ചത്. ഹൂ ഇൻവെൻറ്റഡ് ഇറ്റ്? ആരാണത് കണ്ടുപിടിച്ചത്? ലൂയിസ് ബ്രെയിലിയാണ് കണ്ടുപിടിച്ചത്. വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്? അത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ചേഞ്ച് ദ ലൈഫ്സ് ഓഫ് വിഷ്വലി ചലഞ്ച്ഡ് പീപ്പിൾ അറൗണ്ട് ദ വേൾഡ്. ലോകം മുഴുവനുമുള്ള കാഴ്ച ഇല്ലാത്ത ആളുകളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരു കണ്ടുപിടുത്തമാണെന്നാണ് കരുതപ്പെടുന്നത്. Imagine you are going to visit Louis Braille. What would you ask him about his inspiration, challenges, and the influences of his invention? Write down a few questions to ask him. കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. നമ്മൾ ലൂയിസ് ബ്രെയിലിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെയാണ് നമ്മൾ എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷൻ, പ്രചോദനം എന്തായിരുന്നു, എന്തെല്ലാം ചലഞ്ചസാണ്, എന്തെല്ലാം പ്രതിസന്ധികളാണ് നേരിട്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തത്, ഇതെല്ലാമാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്. വാട്ട് വാസ് ദ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് യുവർ ഇൻവെൻഷൻ? ഒരു ചോദ്യം തന്നിട്ടുണ്ട്. വാട്ട് വാസ് യുവർ ഹാർഡസ്റ്റ് ചലഞ്ച് യു ഫേസ്ഡ് ആഫ്റ്റർ ലോസിങ് യുവർ ഐസൈറ്റ്? അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് യു സ്റ്റേ ഡിറ്റർമൈൻഡ് ഡിസ്പൈറ്റ് പെയിൻ, സ്ട്രഗിൾ ആൻഡ് ഇൽനെസ്? ഈ ഒരു വേദനയിലും അസുഖങ്ങളുടെ ഇടയിലും ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ കാമായിട്ട് ഇങ്ങനെ ഈ ഒരു കണ്ടുപിടുത്തത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സമയം ചിലവഴിച്ചത്? ഇത്രയും ഒരു കണ്ടുപിടുത്തം ഇതെങ്ങനെയാണ് നിങ്ങളുടെ ഡിറ്റർമിനേഷൻ എന്തായിരുന്നു, എങ്ങനെയായിരുന്നു? അടുത്ത ആക്ടിവിറ്റി, ലുക്ക് അറ്റ് ദി ഇൻവിറ്റേഷൻ കാർഡ് ബിലോ ആൻഡ് ഐഡൻറ്റിഫൈ ദ ഡീറ്റെയിൽസ്. ഒരു ഇൻവിറ്റേഷൻ കാർഡ് തന്നിട്ടുണ്ട്. ലൂയിസ് ബ്രെയിലിയുടെ ബർത്ത് ആനിവേഴ്സറി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നതാണ്. കം ജോയിൻ അസ് ഫോർ ദ ഇവൻറ്റ് 6 PM January 4, 2024 റോയൽ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് പാരീസ്. ഫോർമൽ വെയർ സജസ്റ്റഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ബർത്ത്ഡേ
ഒരു ഇൻവിറ്റേഷൻ കാർഡിലുള്ളത് ഇവൻറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ബർത്ത് ആനിവേഴ്സറി ആണ് സെലിബ്രേഷൻ. സമയം അവിടെ എഴുതിയിട്ടുണ്ട്, 6 PM ആണ്. സ്പെഷ്യൽ നോട്ട് എന്താണ്? സ്പെഷ്യൽ നോട്ട് ഇവിടെ ഉള്ളത് ഫോർമൽ വെയർ സജസ്റ്റഡ്, അതാണ് സ്പെഷ്യൽ നോട്ട്. ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 4 January 2024. വെന്യൂ, സ്ഥലം എവിടെയാണ് നടത്തുന്നത്? റോയൽ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ്, പാരീസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇൻവിറ്റേഷൻ കാർഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, യുവർ സ്കൂൾ ഈസ് അറേഞ്ചിങ് എ പ്രോഗ്രാം ടു ഒബ്സർവ് ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് ഫേമസ് സയൻറ്റിസ്റ്റ് ഡോക്ടർ CV രാമൻ. പ്രിപ്പയർ എൻ ഇൻവിറ്റേഷൻ നോട്ട് ടു ഇൻഫോം ദ പബ്ലിക് അബൌട്ട് ദ ഇവൻറ്റ്. അപ്പോൾ നമ്മുടെ സ്കൂളിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഡോക്ടർ CV രാമൻ്റെ ബർത്ത് ആനിവേഴ്സറി ആഘോഷിക്കാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ലൂയിസ് ബ്രെയിലീസ് ബർത്ത് ആനിവേഴ്സറി സെലിബ്രേഷന് പകരം നമ്മളവിടെ എന്തെഴുതും? ഡോക്ടർ CV രാമൻസ് ബർത്ത് ആനിവേഴ്സറി സെലിബ്രേഷൻ എന്ന് എഴുതും. കം ജോയിൻ അസ് ഫോർ ദ ഇവൻറ്റ് എന്ന് എഴുതാം. എത്ര മണിക്കാണെന്ന് എഴുതാം. സമയം നമുക്ക് മെൻഷൻ ചെയ്യണം. ഡേറ്റ് എന്താണെന്നുള്ളത് നമുക്ക് മെൻഷൻ ചെയ്യണം. ഡേറ്റും വർഷവും മെൻഷൻ ചെയ്യുക. വെന്യൂ നമുക്ക് തന്നിട്ടുള്ളതിൽ റോയൽ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് എന്നാണ്. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ പേരാണ് നമ്മൾ എഴുതാനുള്ളത്. റോയൽ സ്കൂൾ ഫോർ ബ്ലൈൻഡിൻ്റെ സ്ഥാനത്ത് നമ്മൾ നമ്മുടെ സ്വന്തം സ്കൂളിൻ്റെ പേര് എഴുതുക. സ്പെഷ്യൽ നോട്ട്, എന്തെങ്കിലും സ്പെഷ്യൽ നോട്ട് ഉണ്ടെങ്കിൽ അത് എഴുതുക. ഇവിടെ ഫോർമൽ ഡ്രസ്സ് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫോർമൽ ഡ്രസ്സ് ഇടാൻ പറയാം, അല്ലെങ്കിൽ എല്ലാവരോടും ഒരു ബലൂൺ കൊണ്ടുവരാൻ പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാർഡ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരാൻ പറയാം, ആശംസാ കാർഡുകൾ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരാൻ പറയാം. അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു സജഷൻ വേണമെങ്കിൽ ഒരു സ്പെഷ്യൽ നോട്ട് എഴുതാം. വെന്യൂ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബർത്ത്ഡേ ഇൻവിറ്റേഷൻ കാർഡിൽ ഉൾപ്പെടുത്തേണ്ടത്. ആക്ടിവിറ്റീസ് എല്ലാം കഴിഞ്ഞു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ബൈ.